അപ്പൊ ചെങ്ങായിമാരെ വെള്ളിയാഴ്ച ആയിട്ട് റൂമിൽ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ തങ്ങള് മൂപ്പര ഫ്രണ്ടിനെ വിളിച്ചത്. തങ്ങളെ പേര് സൽമാൻ, മൂപ്പര പേര് സൽമാൻ. അതുകൊണ്ട് പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടായില്ല. ഖത്തറിൽ എത്തിയിട്ട് നമുക്ക് കുറെ സ്ഥലം കാണാനുണ്ട്. ആദ്യം കുറച്ച് പ്രീമിയം തന്നെ ആയിക്കോട്ടെ സൽമാനും. ഞമ്മക്കെന്ത് പിന്നാലാണ്ട് പോയി കൊടുക്കന്നെ, അത്രേ ഉള്ളൂ. ഞാനും ഫാരിസും തങ്ങളും സൽമാനും ഞങ്ങൾ നാലാളുണ്ട്. ആദ്യം വേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാക്കും ഓരോ മെട്രോ കാർഡ് എടുക്കണം. അതാവുമ്പോ ഖത്തറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും എവിടേക്ക് വേണമെങ്കിലും നമുക്ക് പോവാലോ. 10 റിയാലാണ് കാർഡിന്റെ വില. പിന്നെ 10 റിയാലിന് റീചാർജും ചെയ്യണം. കാർഡ് മാത്രം പോരെ, ഈ കായും വേണം, എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരാൾക്ക് നാട്ടിലത്തെ ഒരു 500 റുപ്യോളം വരും. അത് പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും സൽമാൻ സ്ക്വയർ ഉണ്ട് സ്പോൺസർ ചെയ്ത്. ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്ന് മറ്റേ മെട്രോ സ്റ്റേഷനിലേക്ക് ഒറ്റ പോക്കിന് 2 റിയാല് പോകുന്നതാണ് ഒരു പറഞ്ഞത്. ഞങ്ങളൊരു 3-4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കണേ. നമ്മളെ ആദ്യത്തെ ലക്ഷ്യം ലുസൈൽ സിറ്റി ആയിരുന്നു. ഖത്തറിന്റെ ചോർക്ക് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ലുസൈൽ സിറ്റി ഒന്ന് കാണണം എന്നാ പറയുന്നത്. ഞങ്ങളും വിട്ട് അങ്ങോട്ട്. നമുക്ക് ആദ്യമായിട്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയി നിസ്കരിച്ച് പള്ളിയും കൂടി, കുറെ കടലും കണ്ട്, കുറെ ചിരിച്ച്, കുറെ വർത്തമാനം പറഞ്ഞ് നേരം പോയത് അറിഞ്ഞും ചെയ്തില്ല. അപ്പോഴാണ് നാട്ടിലൊരു സുഹൃത്ത് ഖത്തറിലുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നു. വന്നന്ന് മുതൽ വിചാരിക്കണതാണ് ഓനൊന്ന് കാണണം. പൈസയും വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയി കാണാൻ പറ്റില്ല. ഇപ്പോ ഈ അവസരം കൊണ്ട് ഉപയോഗിക്കാന്ന് വിചാരിച്ച് സൽമാനോട് പറഞ്ഞു. പിന്നെന്താ, ഞമ്മക്ക് പോയി കാണാന്ന് മൂപ്പരും. സായിർ എന്റെ കൂടെ പഠിച്ചതാണ്, എന്റെ നാട്ടുകാരനാണ്, നമ്മളെ സുഹൃത്താണ്. എന്തായാലും ഓനെ കണ്ട് ഒരുമിച്ച് ഒരു ചായയും കുടിച്ച് കുറെ സൊറ പറഞ്ഞിരുന്ന് നേരം രാത്രി ആയപ്പോ ഒരു പള്ളർച്ച് ഫുഡും മേടിച്ചു. എന്താലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം കളർഫുള്ളായി, ഹാപ്പിയായി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ശരി, ഓക്കെ, ബൈ.